ഹായ് ഫ്രണ്ട്സ് വീട്ടിൽ പോവാം അങ്ങനെയായിട്ട് ഞാൻ ഗുരുജിയുടെ അകത്താകുമ്പോൾ വന്ന് അങ്ങനെ ഇരുന്നായിരുന്നു. ഗുരുജി പറയാൻ തുടങ്ങി, ശരി ഇവിടെ നിന്ന് ശരിയാ. ഗുരുജി എൻ്റെ ഫ്രണ്ട്സിനോട് ഗുരുജി പറഞ്ഞു ഇത് വെച്ച് ശരിയാവില്ല എന്ന് പറഞ്ഞു. ഗുരുജിക്ക് ഒരു പ്ലാൻ വരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അതെ ഗുരുജി പറയാൻ തുടങ്ങി, ഇത് പ്രശ്നമില്ലമ്മ എന്ന് ഗുരുജി പറഞ്ഞു. ഇതല്ല നിങ്ങൾ പ്രശ്നം, വലിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആ കാർഡ് ലൈറ്റായിട്ടല്ല വന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ കുറച്ച് ബാത്റൂമിന് സൈഡാണ്, നിങ്ങൾക്ക് ആ കാർഡിൽ പോയി ഭയങ്കര തെറ്റ് ചെയ്തു മോളെ. ഗുരുജി പറയുന്നത് കേട്ട് ഷോക്കായിരുന്നു. അതെ അവിടെ ഇതിനെക്കാട്ടി മോശം ഒരു പ്രേതമുണ്ട്. ആ പ്രേതത്തിൻ്റെ ഒരു കുട്ടി പാലസ്. അതെ അവിടെ ഒരു പ്രേതമുണ്ട്. ഈ പ്രേതത്തിനെക്കാട്ടി ഭയങ്കര സ്ട്രോങ് പ്രേതം. നിങ്ങൾ അവിടെ വന്ന് നിങ്ങളെല്ലാവരും അത് വാക്കി വെക്കാൻ എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതെ ആ പ്രേതത്തിക്ക് 7 മര വരെ അവൾക്ക് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല എൻ്റെ ശരീരത്തേക്ക് ആ പ്രേതം കൂടാനിരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു അത് ചെയ്യണോ. ഗുരുജി നിങ്ങൾ എന്താ പറയുന്നത്? ഇല്ല മോളെ നീ പറഞ്ഞു അത് ചെയ്യണോ. ശരി ഞാൻ ഇപ്പം വരുന്നത്, നിങ്ങൾ ഇവിടെ നിന്നിരുന്നു. അങ്ങനെ ഗുരുജി പോയി. ഗുരുജിൻ്റെ ഫ്രണ്ട്സ് ഹോട്ടൽ പറഞ്ഞ നിറയെ ഫ്രണ്ട്സ് ഗുരുജിക്കുണ്ട്. അതിലൊരു ഫ്രണ്ട് കോൾ ചെയ്തായിരുന്നു. അങ്ങനെ അവിടെ ഒരു ബാങ്ക് കൊടുക്കുന്നു നിസ്കരിക്കാൻ പറഞ്ഞു. അതൊരു മുസ്ലിം ആയിരുന്നു, ഫ്രണ്ടായിരുന്നു. എവിടെ ഉണ്ടടാ? എന്താടാ നീ പ്രശ്നമോ? ഇല്ലടാ നടന്ന കാര്യം പറഞ്ഞു. ശരിടാ ഞാൻ വരുന്നുണ്ട് എന്ന് പറയായിരുന്നു. അതെടാ നമ്മൾ ഒരു സീക്രട്ട് പ്ലേസ് അവിടേക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് വരാനായിരുന്നു. ഫ്രണ്ടിൻ്റെ സീക്രട്ട് പ്ലേസ്, അവർ ഒരു ഫ്രണ്ട്സിൻ്റെ സീക്രട്ട്. പിന്നെ അടുത്തൊരു കോള് ചർച്ച്. അതെ ഹലോ ശരിടാ ഞാൻ വരാം എന്ന് പറഞ്ഞു. ബാക്കി ഫ്രണ്ട്സ് ശരി ഓക്കെ. പിന്നെ ഒരു വോയിസ് ഹിന്ദി, ഹലോ ശരിടാ ഞാൻ വരാം. ശരി ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഡീലായിരുന്നു. പിന്നെ ഒന്ന് ഫോൺ വിളിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞ നിറയെ ഫ്രണ്ട്സ് ഉണ്ട്. പറഞ്ഞ ഗുരുജി സാധാ ഗുരുജിയുടെ നിറയെ ലാംഗ്വേജ് അറിയും. അങ്ങനെ ആ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചിരുന്നു. ഫ്രണ്ട്സ് എല്ലാം ശരിടാ ഞങ്ങൾ വരാം, ഞങ്ങൾ ഇപ്പോൾ വന്നുടാ, എനിക്ക് ഓൾറെഡി അറിഞ്ഞു എന്ന് ബാക്കി ഫ്രണ്ട്സ് പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യക്ക് വന്നിട്ടുണ്ട് എന്ന് ബാക്കി ഫ്രണ്ട്സ് പറഞ്ഞു. അങ്ങനെ സീക്രട്ട് പ്ലേസ് അങ്ങനെ അവിടേക്ക് വന്നു. അങ്ങനെ വന്നു. അങ്ങനെയായിട്ട് ഹീറോമാർ ഇപ്പം നൈറ്റായി നമുക്ക് രാവിലേക്ക് പോകാം എന്ന് ഗുരുജിൻ്റെ പ്ലേസ് തന്നു. അവിടെ ഉറങ്ങിക്കോന്ന്. ഞാൻ അവിടെ ഉറങ്ങി. അങ്ങനായിട്ട് രാവിലെ ആയി, വാ വേഗം എന്ന് പറഞ്ഞു. രാവിലെ ഇപ്പം ഒന്നും പ്രശ്നമില്ല എന്നെ അവിടെ എല്ലാവരും വിളിച്ചുകൊണ്ട് പോയിരുന്നു. അങ്ങനെയായിട്ട് ശിഷ്യന്മാരോട് ഒന്ന് ഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഡ്രസ്സ് കൊടുക്കുന്നു. പിന്നെ ഹീറോയ്ക്ക് ഇത് മാജിക് യൂസ് ചെയ്ത് കയ്യിലൊരു ഡീസൽ ഗുരുജി ഇത് എൻ്റെ കയ്യിൽ വന്നത് അത് മൈലാജമ്മ നിൻ്റെ ഫ്രണ്ട് വെച്ചതാ, എൻ്റെ ഫ്രണ്ട് അറിയില്ല അടിക്കുക നീനാന്ന് പറയുന്നത്. അങ്ങനെ ആ പ്ലേസിൽ വന്നു. അങ്ങനെ ആ പ്രേതത്തിനെ നശിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ഓൾറെഡി സക്സസ് ആയിരുന്നു. അങ്ങനെയായിട്ട് ഗുരുജി പറയായിരുന്നു ഫസ്റ്റ് നീ ഇത് സെറ്റിലാവണം, അത് ചെറിയ പ്രശ്നം, അത് ഞാൻ സോൾവ് ചെയ്യാം എന്ന് ഗുരുജി പറഞ്ഞു. ഫസ്റ്റ് ഇതാണ് പ്രശ്നം, വലിയ പ്രശ്നം എന്നെ പറഞ്ഞവരിൽ വിളിച്ചോണ്ടോ. ഹീറോയിന് വെഡിങ് ഡ്രസ്സ് ഇട്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താ വെഡിങ് ഡ്രസ്സാ എന്ത് പറയുന്നതെന്ന് പറയായിരുന്നു. ഇല്ല മോളെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ശരി ഓക്കെ പറഞ്ഞു. ഹീറോയി സമ്മതിച്ചു. അങ്ങനെയായിട്ട് വേറെ വഴിയില്ല, എന്താ ചെയ്യുക. ഹീറോയിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മക്ക് ഷോക്ക്, എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ഹീറോയിൻ നടന്നു കയറി. അങ്ങനെയായിട്ട് ഫ്രണ്ട്സ് എല്ലാവരും വന്നായിരുന്നു. ഫസ്റ്റ് ഫ്രണ്ട് വന്നായിരുന്നു. എന്താ അമ്മ എന്താ നിങ്ങൾ? ഞാനൊരാളാണ്. അതെ അതിലൊരു മുസ്ലിം ആയിരുന്നു ഫസ്റ്റ് ഫ്രണ്ട്. ശരി മോളെ പോയിട്ട് നിക്കാവ് കേൾക്കണ്ടേ? അതെങ്ങനെ നിക്കാവ് കേൾക്കാൻ പറ്റും? ആരാ എൻ്റെ ഹസ്ബൻഡ്? നോക്കായിരുന്നു നീ അപ്പാ. പിന്നെ ഫാദർ വന്നായിരുന്നു. പിന്നെ ഒരു മുസ്ലിം വന്നായിരുന്നു. ശരി ഓക്കെ പോകുമ്പോൾ റെഡി ആയി വാ എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? പിന്നെ 7 ബോയ്സ് ഈ ഡ്രസ്സ് മതി കോട്ട് ഡ്രസ്സിലായിട്ട് അവർ റെഡിയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഫസ്റ്റ് ഉണ്ട് ഷർട്ട്, അതെ ഉണ്ട് ഷർട്ട് ഇടുന്ന ഇങ്ങനത്തെ ഡ്രസ് കോട്ട് ഷർട്ട് ഇട്ടായിരുന്നു. ഹീറോയിനെ റെഡിയാക്കി വന്നായിരുന്നു. അല്ലെ ഹീറോയിനെ എടുത്തിയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. എന്താടി ഇവിടെ നടക്കുന്നതെന്ന് ഹീറോയ്ക്ക് കേൾക്കായിരുന്നു. അത് കേട്ട ഫ്രണ്ട്സ് അത് മാത്രമല്ല കുട്ടി അപ്പോഴാണ് ചോദിച്ചേനെ, ദീദി എന്താ ഇവിടെ നടക്കുന്നേ? അങ്ങനെയായിട്ട് ഒന്നുമില്ലടി, എന്ത് നടക്കുന്നത് എനിക്കും കൂടെ അറിയില്ല എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ശരി ദീദി അത് പ്രശ്നമല്ല, ദീദി പറയുന്നത് അത് അപ്പുറത്ത് വീട്ടിൽ കുട്ടിയാണ്. ശരി ആ ട്രിപ്പ് വന്നാൽ ഇവിടെ മാരേജ് നടക്കുന്നല്ലോ. ഒന്നുമില്ലടി എന്താ ചെയ്യുക, ഒന്നും മനസ്സിലാവില്ല എന്നാ പറയരുത്. നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡിൽ മനസ്സിലാവും. അവരുടെ ക്യാരക്ടർ നമ്മൾ ഹീറോയിൻ്റെ നെയിമും അതിലേ ഉണ്ടാവും. അതായിട്ട് പറയായിരുന്നു. എന്തോന്ന് നടക്കുന്ന ഇവിടെ കോമഡി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ എല്ലാം റെഡിയായിരുന്നു. അതെ രാവിലെ ആയിരുന്നു.
എന്നിട്ട് എല്ലാം റെഡിയാണ്. നൈറ്റാണ് നിങ്ങൾ താമസിക്കുക, രാവിലെയാണ് ഇത് നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. നൈറ്റ് നല്ല ഉറങ്ങി രാവിലെയും മാരേജ് ഇങ്ങനെ നടക്കും. സൈൻ ഹീറോയ്ക്ക് കാണിച്ച് ഫസ്റ്റ് ജിന്ന് സൈൻ ചെയ്തു. ഹീറോയിനെ നോക്കുമായിരുന്നു. ഹീറോയിൻ അവിടെ വിരിയിട്ടായിരുന്നു. ശരി കാണാൻ വരിക, ശരി ലുക്ക് നോക്കാം. അങ്ങനായിട്ട് ജിന്ന് സൈൻ ചെയ്ത് ഷുഗർ സൈൻ, ജേഹോബ് ആറാം, ജമീൻ വി ജേക്ക് അങ്ങനെ ഓരോ നാൾ ഓരോന്ന് സൈനിട്ട് അങ്ങനെയായിട്ട് മാരേജായി. അങ്ങനെ ആ തുണി മാറ്റിയാൽ പറഞ്ഞിട്ട് അങ്ങനെ ഹീറോയെ സൈൻ ചെയ്ത് 7 നോക്കുമായിരുന്നു. 7 പേർ നോക്കി ഹീറോയ്ക്ക് ഷാക്കാണ്. എന്താ ഇത് ലുക്കിൽ എന്നുള്ളത്. ഹീറോയിൻ കൺഫ്യൂസിലായിട്ട് അവർ നോക്കാൻ തുടങ്ങി. അങ്ങനെ 7 പേര് ഹീറോയിനെ കൺഫ്യൂസ് ആകാൻ നോക്കാൻ തുടങ്ങി. വാവ് എന്ന് വായി വളക്കുന്നു. എന്തിനാ ഒരു എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നെ ഹീറോയെ കേൾക്കായിരുന്നു. ഫ്രണ്ട് ആ സീനിയറിൻ്റെ കേൾക്കായിരുന്നു. ആ സീനിയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലപ്പാ എന്ന് പറഞ്ഞ് റിയാക്ഷനെ ആ കുട്ടിയുടെ മോന്ന് പറയാം, ഹീറോയിൻ്റെ മോന്ന് പറയാതുണ്ടെങ്കിൽ എന്നാ മോളെ മാരേജ് നടന്നു എനിക്ക് സമാധാനമായി എന്ന് ഹീറോയിൻ്റെ മോ പറയായിരുന്നു. ഹീറോയിൻ മനസ്സിലുള്ളിൽ പറയാൻ തുടങ്ങിയായിരുന്നു. എന്താ മണ്ണിങ്ങനെ പറയുന്നത്, മാരേജ് സമാധാനമായ എന്ത് നീ സമാധാനമായി എന്ന് പറയുന്നത് എന്ന് ഹീറോയിൻ മനസ്സിലുള്ളിൽ കയറി ഇവരെ മാരേജ് കഴിച്ചത് ഇനി എന്ത് സംഭവിക്കും എനിക്കും കൂടെ അറിയില്ല എന്ന് ഹീറോയിൻ്റെ വീട് ചേഞ്ച് ആയിരുന്നു. പാവ നമ്മളെ ഹീറോയിൻ അവരുടെ പാവമായിട്ട് മനസ്സിലുള്ളിരിക്കുകയാണ്. ഇവരെ മാരേജ് കഴിച്ചൊരു കഷ്ടം എനിക്ക് എന്നെ ഹീറോയിൻ മനസ്സിലേക്ക് ഇല്ല. അവർക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ. റൂമറായിട്ട് മാരേജ് ആയിരുന്നു. ഇവനക്ക് മാരേജ് ആയി എന്താ ചെയ്യുന്ന നടക്കൂ എന്നെ ഹീറോയിൻ്റെ വീട് സാഡായിരുന്നു. എന്നെ പറഞ്ഞ് എന്താ ചെയ്യുക എന്നെ പറഞ്ഞ് ഹീറോയിൻ്റെ വീട് ഭയങ്കര സാഡായിരുന്നു. ഞാനായിട്ട് എന്നെ പറയായിരുന്നു. അവരെല്ലാം പറഞ്ഞു ശരി ഓക്കെ മാ എന്താ പ്രശ്നം, ശരി ഇപ്പം എല്ലാം ഒരു മാജിക് യൂസ് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് മാജിക് അകത്ത് അവർ പറയായിരുന്നു നിങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം മണി ആയിട്ട എന്ന് പറയുന്നു. ഹീറോയിൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന അതെനിക്ക് പറ്റില്ല എന്ന് ഹീറോയിൻ മനസ്സിലാക്കാണ്. ഇല്ലമ്മ അങ്ങനെ നടന്നില്ല, പ്രശ്നം ജാസ്തിയാവും എന്ന് പറയുന്നു. അവർ ഒറിജിനലാണ്. ഹീറോയിൻ ഷോക്കാണ്. ഒറിജിനൽ അവർക്ക് ഫസ്റ്റായത് എന്ന് ഹീറോയിനോട് പറഞ്ഞത്. ഇനി എനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്മ എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞു പോയി. വേറെ വഴിയില്ല എന്ന് പറയുന്നു. ശരി ഓക്കെ എന്ന് ഹീറോയിൻ റൂമിൽ പോകുന്നു. ഹീറോയിനെ ഒരു 7 പേർ കുറു നോക്കാൻ തുടങ്ങി. ഹീറോയ്ക്ക് പേടിയാവാൻ തുടങ്ങിയായിരുന്നു.